ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. പാണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോയവർ 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി ഭാര്യയുടെ മൊബൈലിലേക്ക് ഫോൺ കോൾ എത്തി. പോലീസ് അന്വേഷണത്തിന് എത്തിയപ്പോഴായിരുന്നു ഭാര്യയുടെ മൊബൈലിലേക്ക് സന്ദേശമെത്തിയത്. ചെക്കുകൾ റെഡിയാക്കി വെച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഫോൺ കട്ട് ചെയ്ത് പിന്നീടാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഷമീർ എന്ന എൻ്റെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഇതിന് കരുതുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി നമ്മൾക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഗൾഫിൽ ഇയാൾക്ക് മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ഉണ്ട്, കഫ്തീരിയ ഉണ്ട്, ഹോട്ടൽ ബിസിനസ് ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്ന പയ്യനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാണ്ടിക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്തൊരു പയ്യനാണ്. നാട്ടുകാരുടെ ഇടയിൽ വളരെയധികം ഒരു നല്ല കുട്ടിയാണ്. ഒരു തട്ടിക്കൊണ്ടൊരു ബ്ലാക്ക് മെയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം വട്ടിപ്പറമ്പത്ത് സ്വദേശിയായ പ്രവാസി വ്യവസായി ഷമീർ എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ പാണ്ടിക്കാട് GLP സ്കൂളിന് സമീപത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയതായി കണ്ടെത്തിയത്. കാറിലെത്തിയ ഒരു സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയതായി CCTV ദൃശ്യം പുറത്തുവന്നിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിന് പെരിന്തൽമണ്ണ DYSPയാണ് നേതൃത്വം നൽകുന്നത്. N4 ന്യൂസ്, പാണ്ടിക്കാട്. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ.